ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം സുഖല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തെല്ലാം ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കണ്ടോ ടെണ്ടടേ വാവാ ടെണ്ടടേ ടെണ്ടടേ നോടുക വെച്ച് കാണിച്ചു കൊടുക്ക്. മാമിമാർക്ക് കുറേ മാമിമാരുണ്ട്, മാമാമാർക്ക് കാണിച്ചു കൊടുക്കും. കണ്ടോ വാവ് ടെണ്ടടേ പറയും. ഓളിപ്പതാക്കണ അവിടെ സ്റ്റാർട്ടാക്കി കൊണ്ടുപോയി വാങ്ങി വരിക കേട്ടോ. മുട്ടായിക്കല്ല ഇണങ്ങി പോയതല്ല, സിപ്പപ്പിന് തന്നെ. സിപ്പപ്പിന് വേണ്ടി അവള് പോയതാ. സിപ്പപ്പമ്മ കേറിയിരിക്കി, അല്ലാണ്ട് പിടിക്കാനാവൂല. സിപ്പപ്പ് ഇപ്പത് ഡെയിലി ഓരോ സിപ്പപ്പ് ആയിക്കില്ലേ വാവാ? രണ്ടെണ്ണം എനിക്കാ, ഒന്ന് വാവക്കുള്ള എനിക്കുള്ളല്ലോ. ഒന്ന് വാവക്ക്, ഒന്ന് വാവക്ക്, ഒന്ന് മെച്ചിക്ക്, ഒന്ന് എനിക്ക്. ഓക്കെ എനിക്കുള്ളത്. അപ്പൊ അതോ വാവക്കുള്ള എവിടെ എവിടെ? ഇനി തിന്നേന്റെ ബാക്കി അങ്ങനെ വാവക്ക് കൊടുക്കണ്ട, പുതിയത് കൊടുത്താ മതി. ആ ഇവളെ വെള് കണ്ടോ? ഇവള് എന്ത് സാധനം കിട്ടിയാലും ഓള് കടിച്ചത് ബാക്കിയുള്ളതാണ് നമുക്ക് തരിക. പുതിയതോളെ കയ്യിലുണ്ടെങ്കിൽ അതോളം എടുത്താലോ. ഓളെ വിള ഇങ്ങനെ ഉണ്ട് നോക്ക് അല്ലേ വാവാ? ഭയങ്കര വിള വെക്ക്. വിള കൂട്ടാൻ പറ്റില്ല, കളിക്കി വിട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ നല്ല അടിപൊളി സിപ്പപ്പ് ഇതാ വാങ്ങിക്കൊണ്ട് വന്നിട്ട്. കണ്ടോ, കഴിച്ചോക്കട്ടെ. വാ എന്താപ്പത് പനീൻ്റെ മരുന്ന് വയ്ക്കുന്ന മാതിരി ഉണ്ട്. വാ വെറുതെ പോയല്ലോ വാവാ. ദേ നമ്മൾ പനിക്കൊക്കെ കുടിക്കുന്ന മരുന്നിൻ്റെ ഒരു ചുവ. ഞാനുണ്ടല്ലോ ഇന്ന് ഭയങ്കര ഒരു സന്തോഷിക്ക്. ഇപ്പോൾ വരെ ഭയങ്കര ടെൻഷനിലായിനെ, കാരണം സുഖമല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ കുറച്ചൊന്ന് എന്താ കുറച്ച് ലീവ് വെച്ചപ്പം ഒരു ലൈവൊക്കെ ഇടാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാനിന്നൊരു ലൈവ് കയറിയ. അപ്പോൾ അതിൻ്റെ അടുക്കാണ് എൻ്റെ ലൈവ് എന്തോ ആയിപ്പോയത്. എന്തോ ആയിപ്പോയെന്ന് വെച്ചാൽ എപ്പോഴുള്ള സ്വഭാവമാണ് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ കമൻറ്റ് കാണാണ്ടായി പോലും. പൊട്ടിക്കാനോ? അപ്പം എൻ്റെ എന്താക്കി കാക്ക കൊടുത്തോ? ഈ പൊട്ടിക്കുമ്പോൾ ലേശം ഞാൻ കുടിക്കും കേട്ടോ. പൊട്ടിക്കുമ്പോൾ ഞാൻ ലേശം കുടിക്കും. അന്നേരം എൻ്റെ ലൈവിൽ ഞാൻ ചില ടൈമിലൊക്കെ ഉണ്ട് ലൈവ് ഇടുമ്പം കമൻറ്റ് കാണാണ്ടായി പോലും. അപ്പോൾ കമൻറ്റ് എന്തായിപ്പോൾ ഞാൻ തപ്പി വെക്കാനും പറ്റില്ല. എവിടെയെങ്കിലും പിടിച്ച് ഞെക്കിപ്പോയാൽ കുറേ മുമ്പ് അങ്ങനെ ലൈവ് ഇട്ടിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ലൈവ് ഇങ്ങനെ ഓടുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ആരും മെസ്സേജ് അയക്കുന്നൊന്നും എനിക്ക് കിട്ടുന്നില്ലേ. അങ്ങനെ പിന്നെ ഞാനത് കട്ടാക്കി. അതേപോലെ ഇന്നിപ്പോൾ ലൈവ് ഇട്ടപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഓടി, കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈവ് മെസ്സേജ് ഒന്നും വരുന്നില്ല, കമൻ്റ് ഒന്നും കാണുന്നില്ല. എന്തായി പോകാമെന്നറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടിട്ടോ. ലൈവ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലൈവ് ഇടുക, അല്ല ഒന്ന് കമൻറ്റ് ഇടിട്ടോ. അപ്പം ഞാനിന്ന് യാദൃശ്ചികമായിട്ടൊരു ലൈവിൽ കയറിയിട്ടോ. ഞാൻ അറിയാല ആരാന്നൊന്നും, പക്ഷേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കയറിയപ്പോൾ അങ്ങനെയാണല്ലോ, അറിയാത്ത ആൾക്കാരെയും കയറി ഞാൻ ലൈവിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ കയറിയപ്പോൾ ഉണ്ടല്ലോ പഠിച്ചവരേക്ക് ഭയങ്കര സന്തോഷം. അവർ പറയുകയാണെങ്കിൽ ഹായ് ഷംന അതാ വന്നിട്ടുണ്ട്, നമ്മൾ വലിയൊരു യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഓരോ തൊള്ളോണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ അറിയില്ല. മോൻ്റെ സിപ്പപ്പ്, ഇതിൻ്റെ സിപ്പപ്പ് ഞങ്ങൾ പറ്റൂല. ലുലുവിന് ഇനി വാങ്ങി തന്നെ കൊടുക്കണം. 2 സിപ്പപ്പ് ഇനി അങ്ങനെ തിന്നുക. അപ്പോൾ ഓരങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നിങ്ങളോട് പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. കാരണം നമ്മൾ അംഗീകരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ. പക്ഷെ അപ്പോൾ ഓരോ വായിന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എന്താ അപ്പോൾ വലിയ യൂട്യൂബറൊന്നും അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ. കാരണം നമ്മൾ വലിയ വലിയ യൂട്യൂബർമാരൊക്കെ ചാനൽ കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കണ്ടല്ലോ, അതൊരു വലിയ യൂട്യൂബറാണെന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ കുഞ്ഞു ചാനൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, എനിക്ക് എന്തോ ഒരു സന്തോഷം. ഇത്രയും തന്നെ ഞാൻ ടെൻഷനും സുഖമില്ലാണ്ട് വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സുഖം. അപ്പോൾ ആ സുഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് കൊടുക്കും. ഈ തടുത്ത സിപ്പപ്പ്
അപ്പം ഞാനിത് സിപ്പപ്പിൽ അതങ്ങ് ഒതുക്കി. മറ്റേ ചായ ഇപ്പം കുടിക്കണം എന്ന് പറഞ്ഞില്ല. അപ്പം ചൂടുള്ള ചായ അതിൻ്റെ ഇടയിൽ കുടിച്ചാലല്ലോ അസുഖം അങ്ങോട്ട് പോയി പോകും. അപ്പം തണുപ്പന്നെ നിന്നോട്ടെ വെച്ച്. അപ്പം എന്തെല്ലാം വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കോഴി പിന്നേതാ ഡിസ്റ്റർബ് ചെയ്ത് വരുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? എന്തായാലും ഉച്ചയ്ക്ക് സ്പെഷ്യലൊക്കെ എന്തായാലും എല്ലാവർക്കും? കൈ ഒന്ന് കൊഴിയുമ്പോൾ മറ്റേ കൈ പിടിക്കുക. അവള് നൈസായിട്ട് ഇതിൻ്റെ സിപ്പപ്പ് എടുക്കാൻ വേണ്ടി വരിക അല്ലേ? അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എന്താണ് സ്പെഷ്യലൊക്കെ കമൻറ്റ് ഇടിട്ടോ. എനിക്കിന്ന് മത്തൻ കറിയും ചെറുപയറും മത്തനും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ചൊരു മത്തൻ കറിയാണ് വെച്ചത്. പിന്നെ അതിന് കൂട്ടാൻ എന്തായാലും നമ്മളെ കേബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട വറുത്തത്, പിന്നെ കുറച്ച് തൈര്. എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്പെഷ്യൽ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ഇടുക. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട്, തണുത്തിട്ട് വായ അക്ഷരസ്ഫുടത കുറച്ച് കുറവാണ്, തെറ്റിപ്പോകുന്നത്. സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നല്ല നല്ല കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.